ജപ്പാനിൽ സമുദ്രത്തിൽ കണ്ടെത്തിയ വലിയ പാറക്കല്ലുകളുടെ ഒരു കൂട്ടം. ചിലർ പറയുന്നത് ഇതൊരു നഷ്ടപ്പെട്ട നഗരമാണ് എന്നതാണ്. പക്ഷേ ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായി ഉണ്ടായതാണോ? ഇത് ഗവേഷകന്മാരെയും ചരിത്രകാരന്മാരെയും ആകർഷിച്ചിരുന്ന ഒരു വലിയ രഹസ്യമാണ്. സോ ഇന്ന് ക്രേസി പീഡിയ നിങ്ങളെ കൊണ്ടുവന്നത് യൊണാഗിനി മൊമെന്റ് എന്നറിയപ്പെടുന്ന മൺമറഞ്ഞു പോയ ഒരു നഗരത്തിന്റെ അടുത്തേക്കാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. 1995 ജപ്പാനിലെ യൊണാഗിനി ദ്വീപിനടുത്ത് ഹിഹാച്ചിറോ അദേറ എന്ന സ്കൂബ ഡൈവർ മത്സ്യങ്ങളെയും കടലിന്റെ പ്രകൃതി ദൃശ്യങ്ങളെയും കാണാനായി കടലിൽ ഇറങ്ങുകയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അപൂർവമായ കാഴ്ച അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടത് വലിയ കല്ലുകളല്ല, അതിനു പുറമെ അവയ്ക്ക് പ്രത്യേക രൂപങ്ങളുണ്ട്. ചതുരാകൃതിയിലുള്ള ഘടനകൾ, താഴേക്ക് ഇറങ്ങുന്ന പടികൾ, ചതുരവൃത്തത്തിലുള്ള അടിത്തറകൾ. അദ്ദേഹത്തിന് തീർത്തും അത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണെന്ന് അയാൾ മനസ്സിലാക്കി. ശേഷം അയാൾ ശാസ്ത്രലോകത്തെ ഇതിനെക്കുറിച്ച് അറിയുകയായിരുന്നു. പിന്നീട് ഒരുപാട് ഗവേഷകർ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങുകയായിരുന്നു. പിന്നീട് ഈ സ്ഥലം യൊണാഗിനി മൊമെന്റ് എന്ന പേരിലായിരുന്നു ശാസ്ത്രലോകത്ത് അറിയപ്പെട്ടത്. നേരായ മതിൽ പോലെയുള്ള ഘടനകൾ, ചതുരാകൃതിയിലുള്ള തറ, കയറ്റവും ഇറക്കവുമുള്ള പടികൾ, 90 ഡിഗ്രിയുള്ള കോണുകൾ, ഇത്രയും കൃത്യമായ ആകൃതികൾ ഈ ഘടനയുടെ ഭാഗമായിരുന്നു. പ്രസിദ്ധമായ ജാപ്പനീസ് സമുദ്രശാസ്ത്രജ്ഞൻ മസാക്കി കിമൂറ ഈ ഘടനയെക്കുറിച്ച് 10 വർഷത്തിലേറെ പഠിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു നഗരമാണ്. പടികൾ പോലെ കൃത്യമായ ഇറക്കങ്ങളും കയറ്റങ്ങളും കാണുന്നു. ചതുരതലത്തിലും സമാന ആകൃതിയിലും ശിലകൾ ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ഇതൊരു നഗരമായിരിക്കും. ഒരു കാലത്ത് സമുദ്രനിരപ്പിന് മുകളിലായിരിക്കും ഇത് സ്ഥിതി ചെയ്തിരിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ചില ജിയോളജിസ്റ്റുകൾ ഇത് പൂർണ്ണമായും തെറ്റാണെന്നാണ് പറയുന്നത്. കൂടാതെ അവർ പറയുന്നത് ഇത് പൂർണ്ണമായും പ്രകൃതിദത്തമായ ഘടനയാണ് എന്നതാണ്. കടലിലെ തിരമാലകൾ, ജലചലനങ്ങൾ, കാറ്റിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എറോഷൻ പാറകൾക്ക് ഇത്തരം രൂപങ്ങൾ നൽകാമെന്നതാണ് അവരുടെ വാദം. മറ്റൊരു സ്ഥലമായ അയർലൻഡിലെ ജെയിൻസ് കോസ്വേ ഇതിനൊരു ഉദാഹരണമായി പലരും ഉദ്ധരിക്കുന്നു. ഈ ഘടനയുടെ പ്രായം വ്യക്തമല്ല. ചിലർ കണക്കാക്കുന്നത് ഇതിന് 10,000 വർഷത്തിലേറെ പഴക്കമുണ്ടായിരിക്കാമെന്നാണ്. ഇത് ശരിയായാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യനിർമ്മിത സിവിലൈസേഷനായി ഇതിനെ പ്രഖ്യാപിക്കും. അങ്ങനെയായാൽ ഇതിപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന സിവിലൈസേഷനുകളെക്കാൾ പുതിയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. 1995 മുതൽ ഇന്നേ വരെ അനേകം ശാസ്ത്രജ്ഞരും സർവകലാശാലകളും ഈ ഘടനയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. 3D സ്കാനിംഗ്, സോളാർ ടെക്നോളജി, ജിയോളജിക്കൽ സാമ്പിളുകൾ ശേഖരിക്കാൻ തുടങ്ങി വിവിധ രീതിയിൽ പഠനം തുടരുകയാണ്. നമ്മൾക്ക് ഇന്നും കൃത്യമായ ഒരു ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ് ഇത് മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിദത്തമായി ഉണ്ടായതാണോ എന്നതിൽ. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളുടെ ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഡൈവിംഗ് ടൂറിസം, ചരിത്ര പഠന യാത്രകൾ ഈ ഭാഗത്ത് വ്യാപകമായി നടപ്പിലാക്കുന്നു. നാഷണൽ ജിയോഗ്രാഫിക്, BBC പോലുള്ള മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും അനവധി ദുരൂഹതകളുണ്ട്. അവയുടെ പൂർണ്ണ സത്യം അറിയാൻ നമ്മൾക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ പഠനവും അന്വേഷണവും തുടർന്നുകൊണ്ടേയിരിക്കണം. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയാനുള്ള തെളിവുകൾ വളരെയേറെ കുറവാണ്. അതുപോലെ തന്നെ ഇത് പ്രകൃതിദത്തമാണ് എന്ന് തെളിയിക്കുന്നതും അപൂർവമാണ്. ഇതേതായാലും ഇത് നമ്മെ പഴയതും വിശാലമായ ചരിത്രത്തിൽ എത്തിക്കുന്നു. അതറിയാൻ നമ്മൾ ഇനിയും കൂടുതൽ പഠിക്കണം, അന്വേഷിക്കണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.